ജില്ലയിൽ ദേശീയപാതാ നിർമ്മാണം മോശമല്ലാത്ത വേഗതയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള റോഡിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായ കാര്യമാണ്. മഴയായിക്കഴിഞ്ഞാൽ ഇതിലേ പോകാനൊക്കത്തില്ല, മൊത്തം കുഴിയാണ്. ആൾക്കാരെല്ലാം എന്തെല്ലാം വെള്ളം വെച്ചാൽ ഉരുണ്ട് വീഴുക വണ്ടിയിൽ പോകുന്നതല്ല. ഞാൻ ഉൾപ്പെടെ ഉരുണ്ട് വീണിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഉടുപിടി കയറി ഞങ്ങൾ വരുന്നു. ഇവിടെ ഒരു ഇച്ചിരിയൊക്കെ അവർ റെഡിയാക്കിയത് മൊത്തം കുഴിയായിരുന്നു. അതായത് വണ്ടിയുടെ പരിപാടി തീരും, നമ്മുടെ നടുവിൻ്റെ പരിപാടി തീരും. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണം ആരംഭിച്ച ശേഷം ദേശീയപാതയിൽ അപകടങ്ങൾ പതിവാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കൃഷ്ണപുരത്തിനും അരൂരിനുമിടയിൽ ഏറ്റവും കുറഞ്ഞത് 2 ഡസനിലധികം ആളുകൾക്കെങ്കിലും ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഭയങ്കര പേടിയാണ്. വണ്ടിയുടെ ബഹളം ഇടവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാൻ തിരിയണം എന്നുണ്ടെങ്കിൽ പതിപ്പെട്ടാവും. ഞാൻ ഇവിടെ ടവറിൽ നടന്നു. അടിപ്പാതയ്ക്ക് മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ റോഡിന് 2 നില കെട്ടിടത്തോളം പൊക്കമുണ്ട്. കൂരിയാട് സംഭവിച്ചതുപോലെ റോഡ് ഇടിയുമോ എന്ന് ചില മനുഷ്യർക്കെങ്കിലും ആശങ്കയുണ്ട്. ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന ആലപ്പുഴ ബൈപ്പാസിൽ മാർച്ച് മാസം ആദ്യം ഗർഡർ ഇളകി വീഴുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് കണ്ടത്. 3 മാസം കഴിഞ്ഞിട്ടും എന്താണ് സംഭവിച്ചതെന്ന് ഔദ്യോഗികമായ ഒരു വിശദീകരണവും വന്നിട്ടില്ല. ഒരെണ്ണം വീണ് അത് വന്ന് തട്ടിയിട്ട് ഒന്നിച്ച് 4 കൂടെ താഴത്തോട്ട് വീഴുകയായിരുന്നു. ഞങ്ങൾ ലൈവ് കണ്ടോണ്ടിരിക്കുക. കാരണം മൊത്തം കുലുക്കമായിരുന്നു. ഇവിടെ മൊത്തം കുലുങ്ങിപ്പോയി, ഒരു ഭൂകമ്പം കണക്കായിപ്പോയി. ഇതിങ്ങനെ ചെയ്തു വെച്ചിട്ട് ഇതിനകത്ത് ഇതൊരു ക്യൂറിങ് കൊടുത്തിട്ടില്ല. ഇതിനകത്ത് നനയ്ക്കുന്ന പരിപാടിയില്ല ഇവർക്ക്. ഇപ്പോൾ ഈ സാധനത്തിനൊക്കെയാണ് അത് വീണതിന് ശേഷം ഇതിനകത്താണ് ഈ ചാക്കൊക്കെ ഇട്ട് അവർ നനയ്ക്കാൻ തുടങ്ങുന്നത്. പണ്ട് ചെയ്തു വെച്ചതൊന്നും അവർ നനച്ചിട്ടില്ല. പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെ പരാതി പറഞ്ഞാലും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരോ കരാറുകാരോ വേണ്ട പരിഗണന നൽകാറില്ല. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.